ഇല്ല, ഒരിടത്തിനോട് ഞാൻ പോകില്ല. അതൊന്നും എന്നോട് ചോദിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു പതിവായി മാറിയിരിക്കുകയാണ്. ഈ ദൃശ്യത്തിൽ കാണുന്ന അമ്മ 4 മക്കൾക്ക് ജന്മം കൊടുത്തു എന്നൊരു പാപം മാത്രമാണ് ചെയ്തത്. ആ 4 മക്കളെ വളർത്തി വലുതാക്കിയപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം എഴുതി നൽകിയപ്പോൾ പിന്നീട് അവർക്ക് ഈ അമ്മ ഒരു അധികപ്പറ്റായി മാറി. കഴിഞ്ഞ 4 ദിവസമായി ഈ അമ്മ മകളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് പല റെയിൽവേ സ്റ്റേഷനുകളിലും അഭയം തേടി. കൊല്ലത്ത് നിന്ന് കോഴിക്കോട് വരെയും യാത്ര ചെയ്തു. തിരികെ വീണ്ടും കൊല്ലത്തേക്ക്. ഒരു ദിവസം രാത്രി കൊല്ലത്തെത്തിയിട്ട് പിറ്റേ ദിവസം രാത്രിയായിട്ടും എങ്ങോട്ടും പോകാതെ നിലയുറപ്പിച്ച ഈ അമ്മയെ കൊല്ലത്തെ റെയിൽവേ പോലീസ് കണ്ടെത്തി. എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പോകാൻ ഒരു ഇടമില്ല, 4 മക്കൾക്കും എന്നെ വേണ്ട, എന്നെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ആക്കാമോ എന്നായിരുന്നു അവരോട് ഈ അമ്മ പറഞ്ഞത്. മക്കൾ പലരും ഇപ്പോഴും ഈ അമ്മയ്ക്ക് പണം നൽകാനുണ്ട്. പക്ഷേ അവർ ആ പണമെല്ലാം വാങ്ങിയെടുത്തിട്ട് ഈ അമ്മയെ ഉപേക്ഷിച്ചതാണ്. പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ബാബുവും സ്ഥലത്തെത്തി ഈ അമ്മയോട് സംസാരിച്ചു. ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പണമില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല എന്നൊക്കെയായിരുന്നു ആ അമ്മ പറഞ്ഞത്. ഒടുവിൽ ജീവകാരുണ്യ പ്രവർത്തകർ കായംകുളത്ത് പ്രവർത്തിക്കുന്ന മാതൃജ്യോതി അഭയകേന്ദ്രത്തിലേക്ക് ഈ അമ്മയെ മാറ്റുകയായിരുന്നു. ഈ അമ്മയുടെ 4 മക്കൾ ഈ വീഡിയോ കാണുകയാണ് എങ്കിൽ ഈ പാപം നിങ്ങൾ എവിടെ കൊണ്ടുപോയി തീർക്കുമെന്ന് നിങ്ങൾ തന്നെ പറയണം. നിങ്ങളെയൊക്കെ അധികമായി സ്നേഹിച്ചു എന്ന ഒറ്റ കുറ്റം കൊണ്ടാണ് നിങ്ങൾ 4 പേരും ഈ അമ്മയെ നോക്കാതെ ഇങ്ങനെ നടതള്ളിയത്. 4 ദിവസമായി വീട് വിട്ടിറങ്ങിയ അമ്മയെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടത്താത്ത മക്കൾ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഈ അമ്മയുടെ മറ്റു ബന്ധുക്കളോ പരിചയക്കാരോ ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അറിയാമ സ്ഥലം കോഴിക്കോടായിരുന്നു. അവിടുത്തെ ഞങ്ങൾ വിറ്റിട്ട് ഇവിടെ ഇളയ മോനെ ഇവിടെ പുല്ലൂര് വന്ന് സ്ഥലം വാങ്ങി ഞാൻ അവന്റെ കൂടെയായിരുന്നു. 4 പേര്, 2 പെണ്ണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം എല്ലാവരും 4-5 ദിവസമായി. ഇല്ല, ഇനി എങ്ങോട്ടാ പോകുന്ന വെച്ചാല് തൽക്കാലം ഇപ്പം ഞാൻ അവിടുന്ന് പറഞ്ഞാ പോരുന്നേ. എന്നെ ആരും പണ്ടത്തെ പോലെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഓൾറെഡി പോകുമെന്ന് പറഞ്ഞാ. മക്കള് നോക്കാത്ത ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട് ഇച്ചിരി പൈസ എന്റെ പേര് ബാങ്കിലുണ്ടായിരുന്നു, അക്കൗണ്ട്. അപ്പം അത് ഇളയ മോള് നോക്കിക്കോളാമെന്നും പറഞ്ഞ അവളെന്നോട് അത് മുഴുവൻ വാങ്ങിച്ച പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം അവള് പറഞ്ഞ പറ്റുകയില്ല. ബാക്കി മക്കള് മുഴുവനും കൂടെ ഇവക്ക് കൊടുത്തത് കൊണ്ട് ബാക്കി മക്കളെല്ലാരും എന്നോടും പിണങ്ങി അവളോടും പിണങ്ങി. ഇല്ല.